ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ കുറെ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ വീട്ടിലോട്ട് മാറി പിന്നെ നമ്മൾ കുറച്ച് നാളായി ഇപ്പോൾ മാറിയിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കിച്ചൺ ടൂർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഡ്രോവർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ കുറച്ച് സ്നാക്സ് ആണ് താഴത്തെ ഡ്രോവറിൽ വെച്ചിരിക്കുന്നത്. മുകളിൽ പിന്നെ നമ്മൾ കുറച്ച് ഹണി, ബ്രെഡ് സ്പ്രെഡ്, കുറച്ച് സോസ്, കെച്ചപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ, എക്സ്ട്രാ ഗ്രീൻ ടീ, ഫ്ലേവേർഡ് ടീ ഒക്കെയാണ് വെച്ചേക്കുന്നത്. വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ കൂടുതലും സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, ലഞ്ച് ബോക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഈ ഡ്രോവറിൽ നമ്മൾ കുറച്ച് ടിഷ്യൂ വെച്ചിട്ടുണ്ട്, എക്സ്ട്രാ ടിഷ്യൂ. പിന്നെ നമ്മളുടെ അരികളൊക്കെയാണ് കൂടുതലും വെച്ചേക്കുന്നത്. നമ്മുടെ ജയ റൈസ്, ഇഡ്ലി റൈസ്, ജീരകശാല, അങ്ങനെ പലതരം അരികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മിക്സർ ഗ്രൈൻഡറിൻ്റെ കുറച്ച് ഐറ്റംസ്, ഗ്രേറ്റർ, സ്മൂത്തി മേക്കർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ മൈക്രോവേവ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇലക്ട്രിക്കൽ ഐറ്റംസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ മൈക്രോവേവ് ഉണ്ട്, പിന്നെ കെറ്റില്, വാട്ടർ ഫിൽറ്റർ, അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി, നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രമുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ മിക്സി വെച്ചിട്ടുണ്ട്, ടോസ്റ്റർ ഉണ്ട്, കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് നെയ്യുണ്ട്, ഉപ്പ്, വെളിച്ചെണ്ണ, ടീ, കോഫി, ഷുഗർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഡ്രോവറിൽ നമ്മുടെ കട്ട്ലറി ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മിസ്സെലേനിയസ് ഐറ്റംസ് ഒക്കെ ഇവിടെയും, കട്ട്ലറീസ് ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ഡ്രോവറിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പയർ വർഗ്ഗങ്ങൾ ഒക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ബോട്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇത് എയർ ടൈറ്റ് ആണ്, മുകളിലൊരു ക്ലിപ്പ് പോലെയുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് സീൽഡ് ആയിട്ടിരിക്കും. പിന്നെ കാണാനും പെട്ടെന്ന് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അതിൽ നമ്മൾ പയർ, കടല, ഉഴുന്ന്, അങ്ങനത്തെ വർഗ്ഗങ്ങളൊക്കെയാണ് ഇട്ട് വെച്ചേക്കണേ. പിന്നെ ചെറിയ ബോട്ടിൽസ് ഉണ്ട്, അതിൽ ജീരകം, കടുക്, ഉലുവ, പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിലിനകത്ത് നമ്മുടെ പൊടികളാണ്, അരിപ്പൊടി, റാഗിപ്പൊടി, പുട്ടുപൊടി, റവ, അതൊക്കെ ആ ബോട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ലേബൽ ചെയ്തിട്ടില്ലെങ്കിൽ ലേബൽ ചെയ്യണം പതിയെ. പിന്നെ മൂന്നാമത്തെ ഡ്രോവറിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ വരുന്ന കുറേ ഐറ്റംസ് അതിലാണ് വെച്ചിരിക്കുന്നത്. അച്ചാറുകൾ എല്ലാം ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് മിൽക്കുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മല്ലി, ഹോളായിട്ടുള്ള മല്ലി, പിന്നെ കുറച്ച് നമ്മുടെ സ്പൈസസ് ഒക്കെ, ഹോൾ സ്പൈസസും കാര്യങ്ങളൊക്കെ കുപ്പിയിലിട്ട് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ പാത്രങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഡ്രോവറിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാം ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ തടി സ്ക്രാച്ച് ആവുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ തടിയിലോട്ട് അത്ര സ്ക്രാച്ചൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അടുത്ത ഡ്രോവറിൽ നമ്മളൊരു മുകളിൽ എയർ ഫ്രയർ വെച്ചിട്ടുണ്ട്. താഴെ ബൾക്കായിട്ട് വരുന്ന ഓയിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ, പിന്നെ ബട്ടർ പേപ്പർ, കോക്കനട്ട് ഓയിൽ, അലുമിനിയം ഫോയിൽ, അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ഹോബുണ്ട്, താഴെ ഓവനുണ്ട്. രണ്ടും ഇലക്ട്രിക്കിൻ്റെ ആണ് വരുന്നത്. പിന്നെ സൈഡിൽ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ക്രോക്കറി ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. ക്രോക്കറി ഐറ്റംസ്, ഗ്ലാസ്സുകൾ, കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഒരു ക്ലീനിങ് സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഡിവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പല ക്ലീനിങ് സാധനങ്ങൾ, ബോട്ടിലിൻ്റെ ക്ലീനിങ് ബ്രഷ്, സിങ്ക് ക്ലീനിങ് ബ്രഷ്, അതൊക്കെയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഹാൻഡ് വാഷാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഇടിക്കുന്ന ഇടിക്കല്ലാണ്. ഇത് ജസ്റ്റ് ഇപ്പോൾ അതിനകത്ത് കളർ ഇളകുന്നതുകൊണ്ട് നമ്മൾ ക്യാൻഡിൽ അതിൻ്റെ പുറത്ത് വയ്ക്കാൻ തന്നെ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഉള്ളി, സവോള, അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ കഴുകിയ പാത്രങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ്.
താഴെ പിന്നെ വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഗാർബേജ്, പിന്നെ കുറച്ച് ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ നമ്മൾ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കട്ടിംഗ് ബോർഡാണ്. പിന്നെ ഒരു കുക്കർ, നമ്മുടെ ചട്ടി, കറിച്ചട്ടി, എക്സ്ട്രാ പാത്രങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ ഡ്രോവറിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ചപ്പാത്തീൻ്റെ പലകയും അതിൻ്റെ റോളിംഗ് പിന്നും പിന്നെ കുറച്ച് എക്സ്ട്രാ തുണികളാണ്. വൈപ്പിങ്ങിനൊക്കെ ഉള്ള തുണികൾ, കിച്ചൺ കൗണ്ടറൊക്കെ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സിങ്കിൻ്റെ അടിയിൽ കുറച്ച് ക്ലീനിങ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു ട്രേ കംപ്ലീറ്റ്ലി ബാത്റൂം ക്ലീനിങ്ങിനുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മുടെ തുണീൻ്റെ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. വാഷിംഗ് മെഷീൻ, അതിൽ പോഡും ഡിറ്റർജൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഹാൻഡ് വാഷ്, നമ്മുടെ സിങ്ക്, കിച്ചൺ ക്ലീനിങ്ങിൻ്റെ കുറച്ച് ലിക്വിഡ്സ്. താഴെ നമ്മൾ ബാത്റൂം ഫ്രഷ്നേഴ്സ് എക്സ്ട്രാ ഉള്ളത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രബ്ബേഴ്സ് ഉണ്ട്, കുറച്ച് നമ്മുടെ വിൻഡോസൊക്കെ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമുണ്ട്. പിന്നെ കുറച്ച് ഗാർബേജ് ബാഗുകൾ, എക്സ്ട്രാ കുറച്ച് മറ്റ് ഡ്രോവറിൽ ഫിറ്റ് ആവാത്ത കുറച്ച് വലിയ പാത്രങ്ങൾ, അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കിച്ചൺ ടൂർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.